ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോട്ട് സ്വാഗതം ഗൈസ്. അങ്ങനെ ഇന്ന് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എത്തിയതേ ഉള്ളൂ. 10 മണിയായപ്പോ എത്തി. ഇതുവരെ ഉറങ്ങിയിട്ടില്ല. പക്ഷെ എന്റെ കണ്ണ് കണ്ട പറയത്തില്ല, കാരണം അമ്മ ഒരു മസ്കാര വാരി പൂശിയിട്ടുണ്ട്. എനിക്കിപ്പൊ 4 ഉടലുകൾ നിൽക്കുന്നുണ്ട് ഗൈസ്. ഇന്ന് ഞങ്ങൾ നേരെ വ്യാളിയുടെ വീട്ടിലും എന്റെ അപ്പൂപ്പന്റെ അമ്മേരോടെ ഞങ്ങൾ കല്യാണം വിളിക്കാൻ വേണ്ടിട്ട് പോവാണേ. യെസ്, വ്യാളി. ആക്ച്വലി ഇവനെ വിളിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടാ, നീ വരണ്ട, നമ്മള് കല്യാണം കഴിച്ചോളാന്ന് പറഞ്ഞു. അല്ല, എന്നാലും പിന്നെ നമ്മൾ വിചാരിച്ച് കണ്ട ഈ അവന് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ അവിടെ ചെല്ലണതും കുറെ നേരം ഇരിക്കണതും സംസാരിക്കണം ഭയങ്കര ഇഷ്ടം. മോഡിഫൈ ചെയ്ത് വെച്ചേക്കണെന്ന വീട്. ഓ, അപ്പൊ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവേണ്. ഇനി ഇവ രണ്ട് ശരീരങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇത് അമ്പമ്പ് ഇങ്ങനെയൊന്നും അല്ല കൈസ്. അവള് ചെറ്റയെന്ന് വെച്ചപ്പോൾ അങ്ങനെ ചെറ്റയാണ് ഇത്. അപ്പൊ ഹരിത തിരിഞ്ഞു നോക്കണം. ഇത് മാളുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. തിരിഞ്ഞു നോക്കണം ഹരിത. അമ്മച്ചി ഇവിടെ ഇത്രയും നേരം അലമ്പെന്ന് വച്ച അലമ്പ്. കാരണം കല്യാണത്തിന്റെ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി ഗൗതം ഇന്ന് വന്നായിരുന്നു. ഈ പെണ്ണുങ്ങളെ 3 അതായത് അനാമികയും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അനാമിക ഇപ്പൊ അച്ഛൻ വിളിച്ചോണ്ട് പോയി. ഇപ്പൊ ഡാൻസ് പഠിപ്പിക്കുക അതാണ്. അപ്പൊ എല്ലാവരുടെ പഠിക്കാൻ വന്നതാണ്. ഇത്രയും നേരം ഇവിടുത്തെ ബഹളം അന്താളിപ്പും അങ്ങനെ. ഇപ്പൊ എന്താ ഭയങ്കര അയ്യോ ഇങ്ങനെയാ കാണിക്കാൻ. അപ്പോഴെപ്പോഴും പറയുന്നത് ഒരു കുലസ്ത്രീയാണെന്നറിയാം. ഓക്കെ, അത് കൊലത്തിലെ സ്ത്രീയാണെന്ന്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മള് നേരെ ഞാൻ അത് പറയാൻ പറഞ്ഞത് നമ്മുടെ അക്കു അബിയും താമസം മാറി. പക്ഷെ എന്നാലും ഞാൻ ഇത്രയും ദിവസം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ അമ്മയ്ക്കും എൻ്റെ അനിയത്തിക്കും കാവൽക്കാരനായിരുന്നു എൻ്റെ കുട്ടി. ഇവർക്ക് ഓക്കെ. അപ്പൊ ഞങ്ങള് അക്കുവിന്റെ അഭിയം വീട് ഇവിടെ നിന്ന് കുറച്ച് അപ്പുറത്താണ്. അപ്പൊ അവിടെ അങ്ങോട്ട് അവര് മാറി. പിന്നെ അപ്പൂപ്പനും ഉമ്മയും പുതിയ വീട് വെച്ച് പുതിയ വീടൊക്കെ ഞാൻ കാണിച്ചു തരാം. സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഇത് കണ്ട വീട്ടിൽ പോകാൻ നിൽക്കണേണ്. ഇതിപ്പോ ഞാൻ ബാംഗ്ലൂരിൽ പോയപ്പോ കൊണ്ടുവന്നേണ്. ഇതാരത്? ഇത് അക്കുവിൻ്റെത്. ഇതാര ജീൻസ്? ഇത് അക്കുവിന് അവന് ഉത്സവത്തിന് മാറി മാറിയിരുന്നു. ഇതാര ജീൻസ്? ഞാൻ തന്ന ജീൻസാ? ഓ അത് അവന് മുട്ടുവരെ കാണുള്ളൂ. ഓ ഗൈസ്, ഈ ചെറുക്കന്മാര് ദിവസം ചെല്ലുന്തോറും വളർന്നോണ്ടിരിക്കുന്നു. അവന്റെ കാറ്, പിന്നെ അതിനകത്ത് അക്കുവിന് കുറെ ഷർട്ട്. അത് കുഞ്ഞ് വേറെ എന്തൊക്കെയാണ് എൻ്റെ അടുത്ത് ഡിഫൻഡർ ഒക്കെ പറഞ്ഞു. എനിക്ക് ഡിഫൻഡർ ഒന്നും, എനിക്ക് ആകെ അറിയുന്നത് ഈ ഡൂക്ലി കാറാണ് ഗൈസ്. അല്ല, ഞാൻ പറഞ്ഞ 100 രൂപയ്ക്ക് വേറെ ഉണ്ട്. എനിക്ക് അറിഞ്ഞൂടാ വിക്കുട്ടാ. നീ എനിക്ക് ആകെ ചുവന്ന സ്വിഫ്റ്റ് മാത്രമാണ്. ഇപ്പഴാണ് നമ്മളെ സുന്ദര അല്ല, വേറെ ഒന്നും അറിഞ്ഞൂടാ. പോവാമ്മ, പോവാമ്പാ. ഡിഫൻഡർ വാങ്ങാം. പിന്നെ ഞാൻ അമ്മയ്ക്ക് എല്ലാവർക്കും സാരി എടുത്ത്, വെഡിങ് സാരി എടുത്ത്. അപ്പൊ മാമിക്കും എടുത്ത്. പിന്നെ അതുകൂടെ കൊണ്ടുപോകണം. പോകുമ്പോഴത്തേക്ക് നമ്മൾ 2 വീട്ടിലാണ് വിളിക്കാൻ പോകണം. മാമീരെ എവിടെയും പോകണം, അമ്മൂമ്മേരെവിടെയും പോകണം. ഏകദേശം കേസ് ഇപ്പം ബാക്കി അമ്മ പോണ സ്ഥലമൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ അമ്മ. ഇപ്പം ഞാൻ പോണ സ്ഥലങ്ങൾ കുറച്ച് മാത്രമേ ഉള്ളൂ. എനിക്കിപ്പം ഞാൻ ഇന്ന് വന്നതേ ഉള്ളൂ. ഇനിയിപ്പം മറ്റൊന്ന് എനിക്ക് എറണാകുളത്ത് പോകണം. അപ്പം ഈ കിട്ടണ ഗ്യാപ്പിൽ എനിക്ക് വിളിക്കാനുള്ളവരെയൊക്കെ ഞാനും വിളിക്കും. അപ്പം അത്ര തന്നെ. അപ്പം നമുക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോവാം. അബിയും മാമി എല്ലാം എവിടെയാണ് താമസിക്കണം. ഹലോ, മാമി ആരെ കൊണ്ടുവന്നാലും ഈ ചെറുക്കനെ കൊണ്ടുവരരുത്. ബാൻ ചെയ്തേക്കാം. കേറണം. അതൊക്കെ റൂമാണ്. ഇത് അപ്പു അയച്ചു കൊടുത്ത അതും അപ്പുന്റെ വീട്ടിൽ ഇറങ്ങി കൊണ്ടുവന്നത്. ഇത് എന്തെന്ന് പറഞ്ഞ ഞങ്ങക്ക് ഇതെല്ലാം ഞാൻ അമ്പടി പണ്ടുള്ള ചെടിന്നൊക്കെ ഉള്ള പാക്സുകൾ ഞാൻ ഓരോ ഇതിനകത്തിട്ട് ചെടികളാക്കി. നിന്നെ കണ്ടത് കെമിസ്ട്രി കഴിവുള്ള ഒരാളാണല്ലേ. പഠന ഇത് കണ്ട 3 തോക്കുള്ള ഒരാളാണ്.
ഷാമ്പു ഇത് ഞാൻ എവിടെയല്ലേ ഇത് ഹാളിൽ ഇരുന്ന ഈ സാധനം ഇതൊക്കെ കണ്ടോ അവിടെ ഇരുന്ന പെട്ടികളായിരുന്നു നിനക്ക് നല്ലൊരു ഇതുണ്ട് ഇത് ഇത് പൊളിയായിട്ട് ഇന്ത്യൻ ഡിസൈൻ എല്ലാം പഠിക്കാൻ പൊളി നല്ല രസമുണ്ട് ഇത് വാങ്ങിച്ചു കൊടുത്തത് ചേട്ടായി ഇതുണ്ട് കാറ് വെച്ചിരിക്കുന്നത് ഫോട്ടോ അടിക്കണം നോക്കിയപ്പോ ചോറ് ഇനി അതൊക്കെ ആരും അറിയാമോ ഇനി അപ്പൂന്റെ റൂമുണ്ട് നിനക്ക് നിനക്കിടാ ഒരു പെഞ്ച് എടുത്തോളൂ നീ ഇവിടെ പിരിച്ചു വൈകിയനാ പ്രശാന്ത് പോയിരിക്കുമല്ലേ പ്രസാദിന്റെ പിന്നെ പ്രസാദിനെ പോലെ ഡ്രസ് ഇട്ട് വെക്കാണ് നോക്കട്ടെ നിന്റെ മീശയെ കുറിച്ചാണ് ഭയങ്കര സംസാരം നിന്റെ അപ്പച്ചി ആയാരത് ഇവന്റെ പുറകിൽ വരും ഹോം ടൂർ ഇനി അവന്റെ റൂം ടൂർ സിമ്പിൾ ആയിട്ട് മിനിമൽ ഇത് സിമ്പിൾ തന്നെയാണ് സിമ്പിളിന്റെ റൂം അവന് ബുക്ക് പോലെ ഉണ്ടെന്ന് നമ്മൾ തോന്നരുത് പരീക്ഷ എടുക്കൊണ്ടായിരുന്നു അല്ല അവ നല്ല ഭംഗിയായിട്ട് പഠിച്ചെഴുതി അവൻ എളുപ്പമുള്ള വിഷയം അപ്പം എനിക്ക് തോന്നുന്നു പറഞ്ഞേട്ടാ പഠിച്ച് ജോലി വാങ്ങിച്ചിട്ട് വന്ന് വീട്ടിൽ വെച്ച് ചോദിക്കണമെന്ന് നോക്കട്ടെ ഇങ്ങോട്ട് വാ നീ മോയ്സ്ചറൈസർ സൺസ്ക്രീം ഫേസ് വാഷ് മോത്തെന്താ നല്ല തിളക്കല്ലേ എന്തൊരു ക്രീം ഇടണ കുളിക്കോ പല്ല് തേക്കുമല്ലേ ഇപ്പം നല്ല വൃത്തിയായി അയ്യോ ഭയങ്കര ചൂട് കുളിക്കുന്ന സമയത്ത് നമ്മളെ നിർബന്ധിക്കണം പ്ലീസ് ഞാൻ ഒന്ന് പറഞ്ഞിട്ട് കുളിക്കുന്ന സമയത്ത് ഞാൻ ഇവനെ നിർത്തി പോയിട്ട് ഇച്ചിരി സോപ്പ് എടുത്ത് വയറ്റിൽ മാത്രം തേച്ചിട്ട് എന്റെ കൊച്ചങ്ങ് കുളിച്ചിട്ട് ഇറങ്ങിപ്പോകും ഇപ്പൊ പല്ല് തേക്കും കുളിക്കും ഒക്കെ ചെയ്യും നിനക്ക് പ്രേമമുണ്ടെന്നാണ് ഇപ്പൊ ഇവിടത്തെ വലിയ ഒരു ചർച്ച നിനക്ക് എന്തോ സംതിങ് രണ്ട് കുളിക്കാടൊന്നും ഞാൻ പ്രേമം വന്നപ്പോഴാണ് കുളിച്ചത് പിന്നെ അവനെ പറഞ്ഞിട്ട് കാര്യം അപ്പൊ അപ്പോഴെനിക്ക് എന്നെയാണ് ഓർമ്മ വന്ന നീ ഇനി എന്റെ പാത പിന്തുടരണം എന്താ കല്യാണം വിളിക്കാൻ വേണ്ടിട്ട് പോവേണം എന്റെ കല്യാണമാണ് വരണം ഇയാൾക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ വരും അങ്ങനെയല്ല വിളിക്കേണ്ട ആവശ്യമില്ല പിന്നെ ചുമ്മാ ഈ ചെറുക്കൻ ലെറ്റർ ആണോന്ന് അങ്ങനെ കൊടുക്കാൻ കൊണ്ടുവന്നു നമ്മളെ കല്യാണം നടക്കുക മുൻപന്തിയിൽ നിന്ന് നീ നടത്തണം അഭിയൊക്കെയാണ് മുന്നോട്ട് നിൽക്കാനുള്ളത് അപ്പൂന് വരവേൽക്കാതെ നിങ്ങളാണ് ഹാര ഇടാനും ബൊക്കെ എടുക്കാനും ചന്ദനം ഇടാനും ഞാൻ ഇങ്ങനെ മനസ്സിൽ കണ്ട് ചിരിക്കണത് ഓക്കെ അപ്പം മാമി എല്ലാം പറഞ്ഞത് അങ്ങനെ നമ്മളിവിടെ കല്യാണം വിളിച്ചു ഇനി നമുക്ക് നേരെ അപ്പൂപ്പൻ്റെ അമ്മേരെ അങ്ങോട്ട് പോവാം മാളു ഇതുവരെ അങ്ങോട്ട് വന്നിട്ടേ ഇല്ല ബൈ നമ്മൾ കണ്ട അപ്പൂപ്പൻ്റെ അമ്മേരെയും പുതിയ വീട്ടിലോട്ട് പോകാം ഗൈസ് അമ്മ ഇതാണ് ഇവരുടെ പുതിയ വീട് രണ്ട് ചെറിയ പൂച്ച ഇതാണ് ഇവരുടെ പുതിയ വീട് കേട്ടാ വെള്ളം ഉണ്ടാകും ഇതിനകത്ത് മാളു ഇന്ന് ആദ്യമായിട്ടാണ് മാളു ഇന്ന് ഇവിടെ കാണുന്നത് ഇല്ല വെള്ളമില്ല ഏറ്റവും സൂപ്പർ എന്താന്ന് പറയുമ്പോൾ ഇവിടുത്തെ വരെ സിറ്റ് ഔട്ട് നല്ല രസമാണ് ഇരിക്കാൻ വേണ്ടിയിട്ട് ഓ അതേ ഇപ്പഴേ ഞാൻ കണ്ടത് തിരിച്ചറിവുകൾ ഇപ്പഴേ ഞാൻ കണ്ട നിങ്ങൾ മാളൂരെ കണ്ടില്ലേ മാളു ആദ്യത്തിനോട് ഞാൻ മൈൻഡ് ചെയ്യാത്തല്ലേ അവർ എന്നെ മൈൻഡ് ചെയ്തില്ല മാളൂരിനെ നിങ്ങൾ അമ്മ രാത്രി കെട്ടിപ്പിടിച്ച് മാളൂരിന് പ്രശ്നം ഉണ്ടാക്കും ഇതുവരെ അവളിവിടെ വന്നില്ല ഈ വ്യാഴം കൂടെ കെട്ടി പിടിക്കും പറഞ്ഞോട്ട് വന്നില്ലെന്ന് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ള ആളുകളാണ് അല്ല ഇതിപ്പോ 2-3 ദിവസമായിട്ട് മാല വെച്ചിട്ട്. അവർക്ക് ജോലിയായി ഓ ഈ വർഷം അവസാനം അടുത്ത വർഷം ആദ്യമൊക്കെ അവള് ജോലി കയറാൻ പറ്റുമോ അത് വേണ്ട അത് ഇത് കൊടുക്കണേ റിസപ്ഷന് നിങ്ങളുണ്ട് പച്ച ബ്ലൗസ് പച്ചയായിരുന്നു മഞ്ഞില്ലേ ഒലീവ് പച്ച
നിങ്ങളെ കാണിക്കാമോ തച്ച് ഇതിന്റെ ബ്ലൗസ് ഉണ്ടോ? അതിൻ്റെ ബ്ലൗസിൻ്റെ തുണി ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും വെള്ളം വേണം. ഒന്നും വേണ്ട. പിന്നെ താങ്കരിച്ച മഴ കുടിക്കും. ചായ കുടിച്ചാൽ അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. അങ്ങനെ ഞങ്ങൾ കല്യാണം വിളിച്ചു. ഇന്നലെ ഞങ്ങൾ അതിന് ശേഷം അവിടെ പോയിട്ട് വന്നതിന് ശേഷം ഞങ്ങൾ നേരെ വാങ്ക്യോല പോയി. വാങ്ക്യോല അമ്പലത്തിലൊക്കെ പോയി തൊഴുത് ഉത്സവമൊക്കെ ആയിരുന്നു. എനിക്ക് ഈ പൊടിയുടെ അലർജി ആണ്, ഇവിടെയൊക്കെ ചൊറിയും ഇങ്ങനെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ വിരളൊക്കെ ഉണ്ടെങ്കിൽ അകത്തോട്ടൊക്കെ ചൊറിഞ്ഞ് ഇവിടെയൊക്കെ. ഓക്കെ, സോ അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.